എല്ലാവർക്കും നമസ്കാരം. 2025 ജൂൺ മാസം 9-ാം തീയതി തിങ്കളാഴ്ച വൈകാശി വിശാഖമാണ്. സുബ്രഹ്മണ്യ ഭഗവാന്റെ തിരു അവതാര ദിവസമാണ് വൈകാശി വിശാഖം. ഇത് തിങ്കളാഴ്ചയായിട്ടാണ് വരുന്നത്. ശിവപാർവതിമാരുടെ പുത്രൻ, ഗണപതിയുടെ സഹോദരൻ, ഇന്ദ്രന്റെ മരുമകൻ, അഗസ്ത്യർക്ക് തമിഴ് വ്യാകരണം ഉപദേശിച്ച ഭഗവാൻ, ഔവ്വയ്യാർക്ക് ഞാവൽപ്പഴത്തിലൂടെ തത്വജ്ഞാനമേകിയ ഭഗവാൻ, പിതാവായ ശിവന് തന്നെ പ്രണവമന്ത്രപ്പൊരുൾ ഉപദേശിച്ച ഭഗവാൻ എന്നിങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള ഭഗവാനാണ് സുബ്രഹ്മണ്യ ഭഗവാൻ. ഏറ്റെടുക്കുന്ന ഏത് പ്രവൃത്തികളിലും വിജയം സുനിശ്ചിതമാക്കുന്ന ദേവസേനാപതിയെ ആരാധിച്ചാൽ ഇരട്ടി ഫലം ലഭിക്കുന്ന പുണ്യദിനങ്ങളിൽ ഒന്നാണ് ഭഗവാന്റെ അവതാര ദിവസമായ വൈകാശി വിശാഖ മഹോത്സവം. ഈ ദിവസം മുരുകനെ യഥാവിധി പൂജിച്ച് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളും തടസ്സങ്ങളും അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു ശക്തി നമ്മൾക്ക് കൈവരുന്നതാണ്. ഓം വജത്ഭുവേ നമ, ഓം ശരവണഭവ എന്നീ മന്ത്രങ്ങൾ, ഇതുകൂടാതെ തന്നെ സുബ്രഹ്മണ്യ ഗായത്രി, സുബ്രഹ്മണ്യ അഷ്ടോത്തരം എന്നിവയെല്ലാം തന്നെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ശിവഭഗവാന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നും മനുഷ്യരാശിക്ക് ഭീഷണിയായ അസുരന്മാരെ നിഗ്രഹിക്കാൻ അവതരിച്ച സുബ്രഹ്മണ്യ ഭഗവാന്റെ തിരുനാളാണ് വൈകാശി വിശാഖം. തമിഴ് മാസമായ വൈകാശി വിശാഖം നാളിലാണ് ശൂരപത്മാസുര നിഗ്രഹത്തിന് 6 മുഖമുള്ള ശിശുവായ വേൽമുരുകൻ അവതരിച്ചത്. ശ്രീമുരുകനിൽ ത്രിമൂർത്തികളും കുടികൊള്ളുന്നുവെന്ന് വിശ്വസിക്കുന്നു. രുദ്രൻ, മുകുന്ദൻ, കമലോത്ഭവൻ എന്നീ ത്രിമൂർത്തികളുടെ നാമത്തിൻ്റെ ഏകരൂപമാണ് സുബ്രഹ്മണ്യസ്വാമി. അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യനെ തൊഴുത് പ്രാർത്ഥിച്ചാൽ ത്രിമൂർത്തികളെയും തൊഴുന്ന ഫലം കിട്ടുമെന്നാണ് വിശ്വാസം. ഓരോ മൂർത്തികളുടെയും അവതാര ദിവസവും ആ ദേവതകളെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഫലമാണ് നമ്മൾക്കുണ്ടാക്കുന്നത്. വൈകാശി വിശാഖം നാളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പാനകം, മോര്, ഇളനീര്, തൈര് ചോറ് എന്നിവ ദാനം നൽകുന്നത് തലമുറകൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നതാണ്. കൂടാതെ നിത്യവും മുരുകനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിലെ ഏത് ദുർഘടങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തിയും ധൈര്യവും ലഭിക്കുന്നതാണ്. ഓം ശരവണഭവ എന്ന മൂലമന്ത്രം പറ്റാവുന്നത്രയും പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് സർവദോഷ സംഹാരിയാണെന്നാണ് വിശ്വാസവും അനുഭവവും. വൈകാശി വിശാഖം നാളിൽ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഗണപതിയെ വന്ദിച്ച ശേഷം സുബ്രഹ്മണ്യ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ശത്രുക്കൾ ഇല്ലാതാകുന്നതിനും ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകുന്നതിനും ഈ ദിവസം വളരെ നല്ലതാണ്. അന്നേ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകുന്നതും സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുന്നതും സൽസന്താനങ്ങൾ ഉണ്ടാകുന്നതിനും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിനും വളരെ നല്ലതാണ്. സുബ്രഹ്മണ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അഭിഷേകമാണ് പഞ്ചാമൃതാഭിഷേകം. ഇത് നടത്തിയാൽ അഭീഷ്ടസിദ്ധി ഉണ്ടാകുന്നതിന് വഴിയൊരുക്കുന്നതാണ്. ഇളനീരുകൊണ്ട് അഭിഷേകം നടത്തിയാൽ സൽസന്താന ലബ്ധി ഉണ്ടാകുന്നതിനും കരിമ്പിനീരാൽ അഭിഷേകം നടത്തിയാൽ ആരോഗ്യവർദ്ധനയ്ക്കും വളരെ നല്ലതാണ്. നാളെ വൈകാശി വിശാഖ ദിനത്തിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഈ വഴിപാടുകൾ പറ്റുന്നതുപോലെ ചെയ്യുന്നതും വളരെ ഫലദായകമാണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പ്രാർത്ഥനയ്ക്കുള്ള മന്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.